അതുകൊണ്ട് എനിക്ക് പുതിയത് ചെടി നടാനായിട്ട് വന്ന ചട്ടികളാണ്. ഇതെല്ലാം ഇതേപോലെ നിറക്കണം. എനിക്ക് ഇതിൽ നിറക്കാനായിട്ട് മറ്റേ ചകിരിച്ചോറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇലക്കൊക്കെ പകരം ഞാൻ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കും. നമുക്കിന്ന് ഈ ചട്ടി എങ്ങനെ നിറക്കാമെന്ന്, ചെടിച്ചട്ടി എങ്ങനെ നിറക്കാമെന്ന് നോക്കാം. ഞാനൊരു വലിയ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മടൽ നിറക്കാം. ഒരാൾ എത്തിക്കഴിഞ്ഞു, ചുന്ദരിപ്പിണ്ട്. ഇതിലേക്ക് ഇങ്ങനെ മടൽ നിറക്കുക. ചട്ടി എടുത്ത് പൊക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ചീര വിത്ത് മുളച്ചിരിക്കുന്നത് കണ്ടോ നിറച്ചുണ്ട്. വെയിറ്റ് കുറയും. നിറച്ച് മണ്ണാണ് നടക്കണമെങ്കിൽ നമുക്കതെടുത്ത് പൊക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ഈ തുണി വെച്ച് കൊടുക്കാം. സൈഡിൽ മണ്ണ് നടുക്ക് നിറക്കേണ്ടതല്ലേ, ഇത് സൈഡിലിരിക്കട്ടെ. മാറി കുഞ്ഞിക്ക് ചെയ്യാൻ പറ്റുമോ? കുഞ്ഞ് മണ്ണ് നിറക്കോ? അതിൽ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇവിടെയൊക്കെ വെക്കാം കേട്ടോ. കണ്ടോ, ഞാനൊരു തുണി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നടുക്ക് ഇവിടെയായിട്ട്. ഇനി നമുക്ക് മണ്ണ് നിറക്കാം. മണ്ണല്ല, കുറച്ച് ചവറും കൂടി നിറക്കാം. കണ്ടോ, ഇതിലേക്ക് കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് ചവറ് നിറക്കാം. കണ്ടോ ഞാനിതിലേക്ക് ചവറ് നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് മണ്ണിടാം. ഓക്കെ, കണ്ടോ ഗൈസ്, ഇത് ചാരം ഒക്കെ കൂടിയിട്ടുള്ള മണ്ണാണ്. അത് നന്നായിട്ട് നല്ല വളമാണ്, അണുക്കളൊന്നും ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. ആ മണ്ണാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മീതെ കുറച്ച് നല്ല മണ്ണും കൂടി ഇടും. ചട്ടിയുടെ മീതയിൽ ഞാൻ നല്ല മണ്ണ് വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ ചെടി നട്ട് കൊടുക്കാം. കുറച്ച് ദിവസം ഞാൻ എന്താ പറയുക, ചവറ് കത്തിച്ച ചാരവും ഒക്കെ കൂടിയുള്ള മണ്ണിട്ട് വെച്ചേക്കുമായിരുന്നു. ഇനി പുതിയ മണ്ണ് വേറെ നല്ല മണ്ണിട്ട് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മീതയിൽ ചെടി നട്ട് കൊടുക്കാം. എന്താ ഇവിടെ ചെയ്യണത്? കുഞ്ഞിപ്പെണ്ണെല്ലാം അറിയണം. ചെടി നടാനുള്ള കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ അതിലൊരു ചെടി നട്ടിട്ടുണ്ട്. അത് നന്നായി വളർന്നോളും.